പുരാണങ്ങളിലുള്ള ആചാരങ്ങളെ കുറിച്ചാണ് നമ്മൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആചാരങ്ങൾ തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ടത്, തിഥികളും ദിവസങ്ങളുമായി ബന്ധപ്പെട്ടത്, പൂജാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ടത് കൂടാതെ ചില രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമുണ്ട്. ഉദാഹരണമായിട്ട് തമിഴ് സാഹിത്യം എടുത്താൽ പാണ്ഡ്യ രാജാവ്, പല്ലവ രാജാവ്, ചോള രാജാവ്, ചേര രാജാക്കന്മാർ ഇവര് സ്വയം ഉണ്ടാക്കിയ ആചാരങ്ങൾ നമുക്ക് തമിഴ്നാട്ടിൽ പോയാൽ കാണാൻ സാധിക്കും. അത് ചിലതെല്ലാം പുരാണങ്ങളിൽ ലഭ്യമാണ്. ഇപ്പോ ദശരഥ മഹാരാജാവ്, അവരുടെ തലമുറ ചന്ദ്രവംശ രാജാക്കന്മാര്, സൂര്യവംശ രാജാക്കന്മാര്, പ്രശസ്തരായ മൗര്യവംശ രാജാക്കന്മാര്, ഗുപ്തവംശ രാജാക്കന്മാര്, ഇവരെല്ലാം സ്വയം ഉണ്ടാക്കിയ ആചാരങ്ങളുണ്ട്. വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ശിവജി ഉണ്ടാക്കിയ ആചാരങ്ങൾ, ഇതിൽ ചിലതെല്ലാം നമുക്ക് പുരാണങ്ങളിൽ വായിക്കാൻ സാധിക്കും. എല്ലാമല്ല, ചിലത്. അപ്പൊ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട, രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട, രാഷ്ട്രങ്ങളിൽ ജീവിച്ചിരുന്ന ഋഷിവര്യന്മാരുമായി ബന്ധപ്പെട്ട, ആ ഋഷിവര്യന്മാരുടെ വർണ്ണശാലകളുമായി ബന്ധപ്പെട്ട, അവര് നടത്തിയ യാഗസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട, ശ്രീബുദ്ധന് ബോധോദയമുണ്ടായ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട, ജമദഗ്നി യാഗം നടത്തിയ ജമദഗ്നി കുണ്ടവുമായി ബന്ധപ്പെട്ട, ഹരിശ്ചന്ദ്രൻ അച്ഛനെയും അമ്മയെയും പരിചരിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ട, അങ്ങനെ നചികേതസ് അച്ഛനോട് സംശയം ചോദിച്ചതുമായി ബന്ധപ്പെട്ട, ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെയും പ്രഗത്ഭരായ ഋഷിവര്യന്മാരുടെയും അതേപോലെ പണ്ഡിതന്മാരുടെയും ജ്ഞാനികളുടെയും നിവാസ സ്ഥലങ്ങളും ആശ്രമങ്ങളും കർമ്മമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ ഹരിയാനയിലെ നീമസാർ ജില്ലയുണ്ട്. അതിന്റെ പഴയ പേര് നൈമിഷാരണ്യ എന്നാണ്. ആ നൈമിഷാരണ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരുന്നത്. നമ്മുടെ പുരാണങ്ങളെല്ലാം രചിക്കപ്പെട്ടത് ഹരിയാനയിലെ നീമസാർ ജില്ലയിലെ നൈമിഷാരണ്യം എന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ എന്താ പറയാൻ ആഗ്രഹിച്ചത്? രാജവംശങ്ങളും ജ്ഞാനികളും പണ്ഡിതരും ഋഷീശ്വരന്മാരും അവരുടെ കർമ്മമണ്ഡലവും അവരുടെ തലസ്ഥാനങ്ങളും അവരുടെ ദേവസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഉണ്ട്. അതുമായി അവര് ക്രിയേറ്റ് ചെയ്ത, അവരുണ്ടാക്കിയ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ എവിടുന്നാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം? പുരാണങ്ങളിൽ നിന്നാണ്. അത് ഇന്നും ആചരിക്കപ്പെടുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ശബരിമലയിലെ പന്തളം രാജവംശത്തിൽ നിന്ന്, അവരുടെ കൊട്ടാരത്തിൽ നിന്നാണ് ശാസ്താവിന് അണിയേണ്ടതായ സ്വർണ്ണ അങ്കി പോകുന്നത്. ആ സ്വർണത്തിന്റെ പ്രഭാമണ്ഡലം പോകുന്നത്. ഇത് പന്തളം രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഇന്നും ഉഷപൂജയ്ക്ക് നിവേദിക്കുന്ന ഒരു പായസമുണ്ട്. ആ പായസത്തിന്റെ പേരെന്താ? മൺട്രോ പായസം എന്നാണ്. മൺട്രോ സാഹിബ്, ലോർഡ് മൺട്രോ, ഇംഗ്ലീഷുകാരൻ തിരുവിതാംകൂർ രാജവംശത്തില് ഒരാൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ശ്രീപത്മനാഭന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ഭീഷണി മുടക്കി. എന്തായിരുന്നു ഭീഷണി? അന്നത്തെ രാജ്ഞിക്ക് ഉണ്ടാകുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ 3 ആചാരവെടി കിഴക്കോട്ട്, അത് പെൺകുട്ടിയാണെങ്കിൽ തിരുവിതാംകൂർ രാജവംശം നേരെ ഇംഗ്ലീഷുകാരുടെ കീഴിലാകുന്നത്. അത് മൺട്രോ സാഹിബിന് ഇഷ്ടമല്ല. അതുകൊണ്ട് മൺട്രോ എന്ത് പറഞ്ഞു? ആൺകുട്ടിയാണെങ്കിൽ കിഴക്കോട്ട് ആചാരവെടി 3, പെൺകുട്ടിയാണെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞ് പത്മനാഭന്റെ നെഞ്ചത്തേക്ക് 3 വെടി. ഇതാ പറഞ്ഞത്. ഭാഗ്യത്തിന് ആൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തിരുവിതാംകൂർ രാജ്യം ഇംഗ്ലീഷുകാരുടെ കീഴിൽ വന്നില്ല. അന്ന് അദ്ദേഹം ഒരു വഴിപാട് നേർന്നിരുന്നു. ഉഷപൂജയ്ക്ക് ഒരു പായസം. ആ പായസത്തിന്റെ പേര് മൺട്രോ ഉഷ എന്നാണ്. മൺട്രോ പായസം എന്നാണ്. എന്നാലോചിച്ച് നോക്കുക. പുരാണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതും അതിനകത്ത് വരും. നമ്മുടെ പുരാണങ്ങളൊക്കെ ഇംഗ്ലീഷുകാർ വരണതിന് മുമ്പാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഇത് പെട്ടിട്ടില്ല. മിക്കവാറും എല്ലാ
ആചാരങ്ങളും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്, തമിഴ് ആചാരങ്ങളും, പിന്നെ മാർത്താണ്ഡവർമ്മ പോലെയുള്ള രാജാക്കന്മാര് സ്വയം തീരുമാനമെടുത്തുണ്ടാക്കിയ ആചാരങ്ങളാണ്. ഈ ഉദാഹരണം ഞാൻ പറയാൻ കാരണം രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട അനവധി ആചാരങ്ങള് ഭാരതത്തിലുടനീളത്തിൽ നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അനുശാസിക്കാറുണ്ട്. ആ ആചാരങ്ങളെല്ലാം അന്വേഷിച്ചു പോകുന്നവർക്ക് അത് ലഭിക്കണമെങ്കിൽ പുരാണങ്ങളിലൂടെ പോകണം. ഇത് രസാണല്ലേ ഇതെല്ലാം കേൾക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ, അത് സാരമില്ല. പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് ദുഃഖകരമായ വസ്തുത. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം അറിയണം എന്നറിവാണ്. അറിയുമ്പോൾ കിട്ടുന്ന സുഖമാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ എടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുരാണങ്ങളിലെ ആചാരങ്ങളുടെ സംക്ഷിപ്തം നിങ്ങൾക്ക് കുറേയെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുഞ്ഞ ഹൃദയത്തോട് പ്രണാമം. നമസ്കാരം.